നമസ്കാരം, കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ വാർത്തകൾ. നഴ്സുമാർക്ക് വിദഗ്ധ പരിശീലനം ലഭ്യമാക്കുന്നതിനായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ഒമാൻ കോളേജ് ഓഫ് ഹെൽത്ത് സയൻസുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. രോഗപരിചരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ സർക്കാർ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ രോഗപരിചരണ സാങ്കേതിക കഴിവുകൾ വികസിപ്പിക്കുക, നേതൃപാടവം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യങ്ങളാണ് ധാരണാപത്രത്തിന് പിന്നിലുള്ളതെന്ന് ആരോഗ്യ മന്ത്രാലയം വിശദീകരിച്ചു. ആദ്യഘട്ടത്തിൽ ജാബിർ അൽ അഹമ്മദ് ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് 1 മാസത്തെ പരിശീലന കോഴ്സ് സംഘടിപ്പിക്കും. ICU പരിചരണം എന്ന വിഷയത്തിൽ 15 വീതം നഴ്സുമാർക്കാണ് പരിശീലനം നൽകുക. തീവ്രപരിചരണ വിഭാഗത്തിൽ നൂതന മെഡിക്കൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് നഴ്സിംഗ് സ്റ്റാഫിനെ സ്വയം പര്യാപ്തമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്നും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കൃത്യസമയത്ത് ശമ്പളം നൽകാത്ത കമ്പനികൾക്ക് മുന്നറിയിപ്പുമായി മാൻ പവർ അതോറിറ്റി. തൊഴിലാളികളുടെ ശമ്പളം അതത് മാസം തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ തൊഴിലുടമകൾക്കും കമ്പനികൾക്കും ബാധ്യതയുണ്ടെന്നും ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നത് ഗുരുതര നിയമലംഘനമായി കണക്കാക്കുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ലോക തൊഴിലാളി ദിനത്തിൽ അവന്യൂസ് മാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മാൻ പവർ അതോറിറ്റിയിലെ വർക്ക് ഫോഴ്സ് പ്രൊട്ടക്ഷൻ സെക്ടർ ആക്ടിംഗ് ഡയറക്ടർ ഡോക്ടർ ഫഹദ് അൽ മുറാദാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തെ വേതന നിയമത്തിലെ 57 അനുച്ഛേദം അനുസരിച്ച് ശമ്പളം അതത് മാസം തന്നെ നൽകാൻ തൊഴിലുടമ ബാധ്യസ്ഥനാണ്. ഇക്കാര്യത്തിൽ നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടിക്ക് മടിക്കില്ല. ശമ്പളം നൽകാതെ പ്രയാസപ്പെടുത്തുന്ന കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും തങ്ങളുടെ വർക്ക് പെർമിറ്റുകൾ സ്വകാര്യ മേഖലയിലെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറ്റാൻ തൊഴിലാളികളെ അനുവദിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈത്തിൽ വിതരണം ചെയ്ത COVID-19 വാക്സിനുകളിൽ നിന്ന് ഇതുവരെ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം. സ്പെഷ്യലൈസ്ഡ് ഗ്ലോബൽ മെഡിക്കൽ അതോറിറ്റിയുടെ അംഗീകാരമുള്ള വാക്സിനുകളാണ് രാജ്യത്ത് ഉപയോഗിക്കപ്പെട്ടത് എന്നും മന്ത്രാലയം വ്യക്തമാക്കി. ആസ്ട്രാസെനിക വാക്സിൻ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന കമ്പനിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന. ആസ്ട്രാസെനികയുടെ ഇന്ത്യൻ നിർമ്മിത വാക്സിൻ കോവിഷീൽഡ് കുവൈറ്റിൽ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടിരുന്നു. കുവൈറ്റിൽ അംഗീകാരമുള്ളതും ഉപയോഗിക്കുന്നതുമായ കോവിഡ് വാക്സിനുകളിൽ നിന്നും അപ്രതീക്ഷിത പാർശ്വഫലങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കോവിഡാനന്തരം ചിലരിൽ കണ്ടുവരുന്ന രക്തം കട്ടപിടിക്കുന്ന കേസുകളൊന്നും ഇതുവരെ രാജ്യത്ത് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡിന്റെ പുതിയ വകഭേദങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ് നിലവിൽ രാജ്യത്ത് ലഭ്യമായ വാക്സിനുകൾ. ചില വാക്സിനേഷന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ശുപാർശകൾ ഇപ്പോഴും നിലവിലുണ്ട്. എല്ലാ വാക്സിനേഷൻ ഡാറ്റയും COVID-19 വാക്സിൻ സർട്ടിഫിക്കറ്റുകളും ഏകീകൃത സർക്കാർ ആപ്ലിക്കേഷനായ സഹൽ വഴി ആക്സസ് ചെയ്യാൻ കഴിയുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈത്തിലെ ഇന്ത്യൻ നഴ്സുമാരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് നഴ്സസ് ദിനാഘോഷം സംഘടിപ്പിക്കുന്നു. ഫ്ലോറൻസ് ഫിയസ്റ്റ 2024 എന്ന പേരിൽ ഈ മാസം 9-നാണ് പരിപാടി. ആധുനിക നഴ്സിംഗിന് അടിത്തറ പാകിയ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ സ്മരണയിലാണ് ഫ്ലോറൻസ് ഫിയസ്റ്റ 2024 എന്ന പേരിൽ വിപുലമായ ആഘോഷം സംഘടിപ്പിക്കുന്നത്. മെയ് 9 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണി മുതൽ അബ്ബാസിയ ആസ്പെയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചാണ് പരിപാടി. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സോയ്ക, കമ്മ്യൂണിറ്റി വെൽഫെയർ ആൻഡ് ലേബർ ഫസ്റ്റ് സെക്രട്ടറി മനസ് രാജ് പട്ടേൽ, ഡയറക്ടർ ഓഫ് നഴ്സിംഗ് കുവൈറ്റ് ഡോക്ടർ ഇമാൻ അൽ അവാദി തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനത്തോടെയാണ് ഫ്ലോറൻസ് ഫിയസ്റ്റ ആരംഭിക്കുക. കുവൈറ്റിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്തുവരുന്ന നഴ്സസിനെ സമ്മേളനത്തിൽ ആദരിക്കും. പ്രശസ്ത മ്യൂസിക് റിയാലിറ്റി ഷോ സരിഗമപ വിന്നേഴ്സ് അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കുമെന്ന് പ്രസിഡന്റ് ബിബിൻ ജോർജ്, സെക്രട്ടറി ഹിമ ഷിബു, പ്രോഗ്രാം കൺവീനർ രാജലക്ഷ്മി ഷൈമേഷ് എന്നിവർ അറിയിച്ചു. ട്രഷറർ അംബിക ഗോപൻ, വൈസ് പ്രസിഡന്റ് ഷൈജു കൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. സൂര്യ കൃഷ്ണമൂർത്തിയുടെ മെഗാ സ്റ്റേജ് ഷോ അഗ്നി 3 മെയ് 3-ന് അബ്ബാസിയ ആസ്പെയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും. കായംകുളം NRIസിന്റെ ബാനറിൽ നടക്കുന്ന ഈ പരിപാടി സൂര്യ കൃഷ്ണമൂർത്തി ആവിഷ്കരിച്ചിട്ടുള്ള 112ാമത് കലാപ്രദർശനമാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായി സംഗീതം, സിനിമ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള കലാവിരുന്നായിരിക്കും കുവൈറ്റിൽ അരങ്ങേറുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
വിവിധ ശ്രേണികളിൽ നിപുണരായ 12-ലധികം കലാകാരന്മാർ സൂര്യ കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ ഇതിനായി എത്തിച്ചേരും. കായംകുളം NRIസിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ കലാപരിപാടിയുടെ ഭാഗമായി കുവൈറ്റിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആദരിക്കും. ക്ലിനിക്കൽ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിച്ച് നിർധനരായവർക്ക് സൗജന്യ ചികിത്സ ഒരുക്കുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യമെന്നും സംഘാടകർ അറിയിച്ചു. അബ്ബാസിയ പോപ്പിൻസ് ഹാളിൽ നടന്ന പത്രസമ്മേളനത്തിൽ BS പിള്ള പ്രസിഡന്റ്, അഞ്ജലി, മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് മാനേജർ വഹാബ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി KG ശ്രീകുമാർ, പ്രോഗ്രാം കൺവീനർ ഗോപാലകൃഷ്ണൻ, ബിജു പാറയിൽ, അരുൺ സോമൻ, സിനിജിത്ത്, വിപിൻ മങ്ങാട്, മനോജ് റായ്, സാദത്ത്, സജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈത്തിലെ കോഴിക്കോട്ടുകാരുടെ ആഘോഷത്തിന് നാളെ കൊടിയേറും. അബ്ബാസിയ സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മാമുക്കോയ നഗറാണ് കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കോഴിക്കോട് ഫെസ്റ്റ് 2024 വേദിയാകുന്നത്. കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ 14ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് ഫെസ്റ്റ് ഒരുക്കുന്നത്. നാട്ടിൽ നിന്നെത്തുന്ന 8ഓളം കലാകാരന്മാരാണ് കോഴിക്കോട് ഫെസ്റ്റിൽ സംഗീത വിരുന്നൊരുക്കുന്നത്. സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മാമുക്കോയ നഗറിലാണ് ആഘോഷം. ഷാ മില്ലേനിയം, ഫാസില ബാനു, സ്നേഹ അശോക്, ഷാനിഫ്, മുസവ്വിർ തുടങ്ങിയ ഗായകരും നബീൽ, മുബഷീർ, ഹക്കീം അടങ്ങുന്ന ഓർക്കസ്ട്ര ടീമുമാണ് കോഴിക്കോട് ഫെസ്റ്റ് 2024 സംഗീത വിരുന്ന് നയിക്കുന്നത്. കൂടാതെ അസോസിയേഷൻ മഹിളാവേദി, ബാലവേദി ടീമുകളുടെ നൃത്താവിഷ്കാരവും അരങ്ങേറും. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി.